ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് കസ്റ്റംസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ML-ലാണ്. ഇത് നമ്മൾ ഓൾറെഡി ഉള്ള ഷോപ്പാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രോജക്റ്റ് കാറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എൻ്റെ തന്നെ വണ്ടിയാണ്. ഒരു ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം മേടിച്ചിട്ട് ഹൈലി പെർഫോം ബേസ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം നമ്മളെന്താ പറയുക, തിങ്ക് 440 സംതിങ് ആണ് ഇതിൻ്റെ ഹോസ് പവർ വരുന്നത്. വണ്ടി കൊടുത്ത പായും. ഡീസൽ വാർ ഒരു സ്പെക്കാണ് ഗൈസ്, ഡീസൽ ഹോളിക്കാണ്. അപ്പോൾ ആ രീതിക്കാണ് വണ്ടി നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ല, ഇപ്പം നിലവിൽ ഈ ഒരു രീതിയിൽ കിടക്കുന്നത്. ഓക്കെ, ബിൽഡ് കഴിഞ്ഞിട്ടില്ല, ബിൽഡ് ഇനിയാണ് തുടങ്ങാനുള്ളത്. അപ്പോൾ ML-ൽ നിന്ന് നമ്മൾ കുറച്ച് സംഭവം സെറ്റാക്കാനുണ്ട്. കസ്റ്റമർക്ക് ML-ലാണ് നമ്മൾ ചെയ്യുന്നത്. JSM-ലാണ് ഈ പറഞ്ഞ പോലെ ഡിസൈൻ, ഗ്രാഫിക്സ് മാത്രം, ട്യൂണിങ്ങും മാത്രമേ ഉള്ളൂ. ML-ലാണ് ബാക്കി ബോഡി വർക്ക് മൊത്തം ML-ലാണ്. അപ്പോൾ നമുക്ക് സൈഡ് കുറച്ചൊന്ന് കട്ട് ചെയ്യാനുണ്ട്. ഇത് ലിഫ്റ്റഡ് സ്പെക്കല്ല, ലോഡ് സ്പെക്കാണ്. സ്ലീപ്പർ സ്പെക്കായിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. പക്ക ഒരു ഓട്ടോഷോ സ്പെക്കായിട്ടാണ് നമ്മളിത് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഹൈപ്പ് കൊടുത്തിട്ട് തന്നെ ആയിരിക്കും നമ്മൾ മിക്കവാറും ഇറക്കുക. കളറ് നമുക്ക് നിലവിൽ ഇതിപ്പോൾ റാപ്പാണ് കിടക്കുന്നത്. ഇതിൻ്റെ ആക്ച്വലി കളർ ഇതിൻ്റെ വൈറ്റാണ്. മേലെ കിടക്കുന്ന റാപ്പാണ്. ഇതൊക്കെ റാപ്പാണ്. കാർബൺ ഡിപ്പിങ് മൊത്തം റാപ്പാണ്. ഈ ബമ്പറിൽ കൊടുത്തിട്ടുള്ളതും ബാക്കിൽ കൊടുത്തിട്ടുള്ളതും ഒക്കെ റാപ്പാണ്. നമുക്കതൊക്കെ ഇനി മാറ്റണം. ഒക്കെ പക്ക ഒറിജിനൽ രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ എന്താ പറയുക, കുറച്ച് പണി ഇതിൽ ബാലൻസ് ഉണ്ട്. നമുക്കതൊക്കെ സെറ്റാക്കാൻ കുറച്ച് ടൈം എടുക്കും. എന്തായാലും 5-ാം തീയതി 6-ാം തീയതി നമ്മൾ JSM ഇനാഗുറേഷനിൽ ഫുൾ ഫ്രാൻസിലെ ടീം പക്ക ബിൽഡഡ് വണ്ടികളൊക്കെ ആയിട്ട് നമ്മളൊരു ലിമിറ്റഡ് ആളുകളെ മാത്രം ക്ഷണിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഇതിൽ വേറെ മാറാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂണിങ് ബേസ് ഇപ്പോൾ ഏതാണ്ട് നമ്മളെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ML-ൽ നിന്ന് ലോവർ ചെയ്യാനുണ്ട്. അതിന് സ്പ്രിങ് നമ്മൾ തായ്ലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ തായ്ലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് എത്തണം. അപ്പോൾ അതിനുള്ള ടൈം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ബോഡി വർക്കാണ് എടുക്കുന്നത്. ബാക്ക് ബമ്പർ, സൈഡ് ഈ ഒരു ഫെൻഡർ സെറ്റപ്പൊക്കെ ഡിലീറ്റ് ചെയ്യും നമ്മൾ. പിന്നെ ഇതിൽ എക്സ്ട്രാ നമ്മൾ കുറച്ച് സംഭവങ്ങൾ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അതുവഴി പറയാം. നമ്മൾ എല്ലാം കൂടി പറഞ്ഞാൽ സർപ്രൈസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ട്യൂണിങ് ബേസ് നമ്മളിപ്പോൾ പക്ക ഓക്കെ ആക്കിയിട്ടുണ്ട്. JSM-ലുള്ള വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയാണ് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടതാണ്. റാപ്പ് പിന്നെ നമുക്ക് ഒരു ക്രിസ്റ്റൊക്കെ നമുക്ക് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെയ്തതിൻ്റെ ബാക്കി റാപ്പ് കിടന്നപ്പോൾ നമ്മളെടുത്ത് ഇട്ടതാണ്. അത് ചിലത് അവിടെയുമിടയൊക്കെ ആയിട്ട് കുറച്ച് ബാക്കി ഉണ്ടാവും. ഐ തിങ്ക് ഞാൻ കാർബൺ ഡിപ്പിങ്ങിൻ്റാണ് പറയുന്നത്. കണ്ട ഇവിടെ കുറച്ച് ബാലൻസ് ഉണ്ടാവും അവിടെയുമിടയൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു മൂലയിലൊക്കെ കണ്ട. അപ്പോൾ എത്താത്തോടത്ത് നമ്മൾ മാക്സിമം ഹീറ്റ് ചെയ്ത് വലിപ്പിച്ച് കണ്ടാണ് ഈ ഇത് കാർബൺ ഡിപ്പിങ്ങിൻ്റെ റാപ്പ് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം വലിപ്പിച്ച് കൊണ്ട് നമ്മൾ ഇട്ടതാണ്, വെറുതെ ജസ്റ്റ് ഫോർ ഫണ്ണ്. ഇത് പെർമനൻ്റ് അല്ലല്ലോ. അപ്പോൾ പിന്നെ ഈ ബോഡി കളർ, ഈ ഒരു പിസ്താഷോ ഗ്രീന്, ഇത് എന്താ പറയുക, ഓൾറെഡി വണ്ടി മേടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ കളറാണ്. വൈറ്റ് ആയിരുന്നു, ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റ് കളർ മിറർ നമ്മൾ നോക്കിയപ്പോൾ, അതായത് അവിടുന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് RC-യിൽ വൈറ്റ് കളറായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വെട്ടി പൊളിക്കുന്നതിനായിട്ട് നല്ലത് മിറർ അവിടെ പൊളിച്ച് നോക്കി. അപ്പോൾ വൈറ്റ് കളറാണ്. നമ്മളിതൊരു ഹൈപ്പർ ഷിഫ്റ്റ് കളറിലോട്ടായിരിക്കും മിക്കവാറും കൺവേർട്ട് ചെയ്യുക. ഒന്ന് കൺഫേംഡ് അല്ല, എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് എന്താ പറയുക, ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യം പറയാൻ. ഈ ഒരു ചെറിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.